കോമഡി മസാലയുടെ വേദിയിലേക്ക് അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു മധു അഞ്ചൽ. പ്രിയമുള്ളവരെ വലിയ പെർഫോമൊന്നും അല്ല, അകത്ത് 3 അടി 4 വരെ ഉള്ളൂ. ഇതിൽ നിന്നൊക്കെ വരുന്നത് അയ്യോ അങ്ങനെയൊന്നും പറയാം, അതൊരു മുൻകൂർ ജാമ്യമേ അല്ല അല്ലേ? രൂപത്തിലോ ഇതിലൊന്നും യാതൊരു കാര്യവും ഇല്ല. നമ്മളെ ചിരിപ്പിക്കാന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ടാലന്റ് എന്താണെന്നുള്ളത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അത് നല്ലതാണെങ്കിൽ നമ്മൾ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഈ പൊക്കം വെച്ചിട്ടല്ല നമ്മുടെ പക്രു ചേട്ടൻ, അതായത് അജയൻ ചേട്ടൻ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ നടന്നു കയറിയത്. അപ്പോൾ കഴിവിലാണ് കാര്യം. ഓക്കെ, താങ്ക്സ്. റെഡിയല്ലേ? റെഡിയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും 1-2 താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി തമിഴിൽ നിന്ന് മലയാളത്തിലെത്തി എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയ തെങ്കാശി പട്ടണം ലേലം എന്ന ചിത്രത്തിലൂടെ എല്ലാവർക്കും ശ്രദ്ധേയനായ കൗണ്ടർ എന്ന് പറയുന്ന വിനോദ് ചക്രവർത്തിയെ അവതരിപ്പിക്കുകയാണ്. நல்ல சரியா இருக்கியே டேய். தெங்காசி பட்டணத்துல முதல்ல 2 சின்ன பிள்ளைங்க பிசினஸே ஆரம்பிச்சிருக்காங்க. டேய் என்ன கவலைப்பட வேணாம், பார்த்தாலே போதும். வரட்டுமா தம்பி? வணக்கம். ഇതിപ്പോ പറഞ്ഞപ്പോ ആളെ മനസ്സിലാവാത്തവർക്ക് കൂടി ഈ ശബ്ദം കേട്ടപ്പോ ആളെ മനസ്സിലായി അല്ലേ? അതാണ്. യെസ്. നെക്സ്റ്റ് നമ്മളെ അന്തരിച്ചു പോയ നമുക്കെല്ലാം പ്രിയങ്കരനായ മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് കുതിരവട്ടം പപ്പുചേട്ടൻ്റെ സൗണ്ട്. പപ്പുചേട്ടൻ്റെ ശബ്ദമാണ്. നിനക്ക് പപ്പടം തരാം, പായസം തരാം. ആൻറ്റി ഇതിന് ചെറിയ പറഞ്ഞെടുക്കി. അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ആദ്യം വന്നൊരു ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. അയ്യോ ഞാൻ അത്രയ്ക്കൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും സമയം ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ? ഏറ്റവും ബുദ്ധിമുട്ട് ചിരി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വാ തുറന്ന് ഇത്രയും സമയം ചിരിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ശരിക്കും ഒരു കാർട്ടൂൺ ഒക്കെ കണ്ടിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അല്ലേ? വലിയ ആളുകളുടെ കാർട്ടൂൺ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുമല്ലോ, എന്നിട്ട് അതൊരു മോഷൻ പിക്ചറായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെ ഫണ്ണുണ്ടായിരുന്നു ഇതിനകത്ത്. മധു വളരെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടോ എല്ലാവരും, ഞങ്ങളടക്കം എല്ലാവരും ഇവിടെ ഇരിക്കണം എല്ലാവരും. കാരണം മധു തുടക്കത്തിലേ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് മാറി നിന്ന് വീക്ഷിക്കുമായിരുന്നു പൊക്കമുള്ള ആളുകളെ. അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ മധുവിനെ കുറിച്ച് പറയണ്ട, മധു നല്ല ഉഗ്രൻ ടാലന്റ് ആർട്ടിസ്റ്റ് തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിക്ക് മുമ്പും ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോയിലൂടെയും TV ഷോയിലൂടെയും സിനിമയിലൂടെയും എല്ലാം തെളിയിച്ചു കഴിഞ്ഞ ആളാണ്. ഒന്നും പറയാനില്ല മധു, സൂപ്പർ. താങ്ക് യു. മധുവിനെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ മിമിക്രി ഫീൽഡിൽ അറിയാവുന്ന ആളാണ്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് മധു ഇമിറ്റേറ്റ് ചെയ്യുന്നതും ഇതേപോലെ സ്റ്റാറുകളെ അവതരിപ്പിക്കുന്നതൊക്കെ. ഞെട്ടിച്ച് കളഞ്ഞു, സൂപ്പറായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇതിനകത്തെല്ലാം നല്ലപോലെ ചിരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ചിരിക്കാൻ പറ്റി, അതാണല്ലോ ഒരു കലാകാരന് സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും മാർട്ടിൻ ചേട്ടൻ പറഞ്ഞ പോലെ മിമിക്രിയിലും സിനിമയിലും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെയും അങ്ങോട്ടും എല്ലാവിധ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇതിലും വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസുകളുമായി വീണ്ടും എത്താം.